സമീപകാലത്ത് വലിയ തിരിച്ചടികളിലൂടെയാണ് ബ്രസീൽ ഫുട്ബോൾ കടന്നുപോകുന്നത്. ദേശീയ ടീമിന് അന്താരാഷ്ട്ര ഫുട്ബോളിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ പോലും വിയർക്കുന്ന ബ്രസീൽ ടീമിനെയാണ് ആരാധകർ കാണുന്നത്. ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ഭരണത്തിലും പിടിപ്പുകേടുകളേറെയാണ്. ഈ സാഹചര്യത്തിൽ ബ്രസീലിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ രംഗത്തിറങ്ങുകയാണ് മുൻ താരം റൊണാൾഡോ നസാരിയോ. ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റൊണാൾഡോ നസാരിയോ മത്സരിക്കും. നിലവിലെ പ്രസിഡന്റ് എഡ്നാൾഡോ റോഡ്രിഗസിന്റെ കാലാവധി 2026 വരെയാണ്. അദ്ദേഹത്തിന്റെ പകരക്കാരനെ കണ്ടെത്തുന്ന തെരഞ്ഞെടുപ്പിലാണ് 1994, 2002 ലോകകപ്പുകളിൽ ബ്രസീലിന്റെ വിജയത്തിൽ പങ്കാളിയായ റൊണാൾഡോ മത്സരിക്കുന്നത്. സ്പാനിഷ് ക്ലബ്ബായ റയൽ വയഡോളിഡിലെ തന്റെ ഓഹരി വിൽക്കുമെന്നും ബാഴ്സലോണ, ഇന്റർ മിലാൻ, റയൽ മാഡ്രിഡ് ക്ലബ്ബുകളുടെ താരമായിരുന്ന റൊണാൾഡോ വ്യക്തമാക്കി. ക്ലബ്ബ് ഓഹരികൾ ഉടൻ വിൽക്കുന്നതിനുള്ള സാധ്യത തേടുമെന്നും ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിത്വത്തിന് ഇതൊരു തടസ്സമാകില്ലെന്നും റൊണാൾഡോ വ്യക്തമാക്കി. തന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ബ്രസീലിയൻ ടീമായ ഗ്രുസാരിയോയെ ഈ വർഷം ആദ്യത്തിൽ റൊണാൾഡോ വിറ്റിരുന്നു. CBF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ എന്നെ പ്രേരിപ്പിക്കുന്ന നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. ബ്രസീൽ ദേശീയ ടീമിന് നേരത്തെ ഉണ്ടായിരുന്ന പെരുമയും ബഹുമാനവും വീണ്ടെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും റൊണാൾഡോ പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.